ഇപ്പോഴുള്ള ഭക്ഷണം തന്നെ തികയുന്നില്ല. ഇപ്പം തന്നെ പരാതിയുണ്ട്, മുണ്ടക്കയിലും ചൂരൽമലയിലും ഒന്നും ഭക്ഷണം വേണ്ടത്ര കിട്ടുന്നില്ല എന്ന് പരാതിയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും കഴിയുന്നത്ര ഭക്ഷണം നമുക്ക് എന്ന് വിചാരിച്ച് വിഷമുള്ള ഭക്ഷണമെന്നല്ല അർത്ഥം, പഴകിയ ഭക്ഷണമെന്നും അല്ല അർത്ഥം. ഭക്ഷണം വിതരണം ചെയ്യാനുള്ള സംവിധാനങ്ങൾ അതിന് മനസ്സുള്ളവർ വിതരണം ചെയ്തിട്ട് ആ ഫുഡ് ചെയിനിന് നമ്മൾ ഒരിക്കലും ഒരു തടസ്സം സൃഷ്ടിക്കാൻ പാടില്ലാത്ത ഒരു സന്ദർഭവും വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് പോലും മതിയായ ഭക്ഷണം ലഭിക്കുന്നില്ലെന്നുള്ള വാർത്ത പരന്നിരുന്നു. ഇത് തെറ്റാണെന്ന് കലക്ടർ മേഘശ്രീ അറിയിക്കുകയുണ്ടായി. അത് വ്യാജ വാർത്തയാണ് എന്ന് പറയുകയുണ്ടായി. പക്ഷേ അതേസമയം ഇതുവരെ നിഷേധിച്ചിട്ടില്ലാത്ത ഒരു വാർത്തയുണ്ട്. അവിടെ ചില സംഘടനകൾ വിതരണം ചെയ്ത കോഴിക്കറി ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങൾ, ചിക്കൻ ബേസ്ഡ് ഫുഡ്, അത് അവിടെ തടഞ്ഞു. അത് ചെയ്തത് RSSകാരോ സംഘപരിവാറോ അല്ല, മറിച്ച് കേരള പോലീസ് തന്നെയാണെന്ന് പറയുന്നു. അത് ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്, രക്ഷാപ്രവർത്തകർക്കല്ല താനും. ആ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവർക്ക് വേണ്ടത്ര ഭക്ഷണം ലഭിക്കുന്നില്ലെന്ന് പൊതുവേ ഒരു പരാതിയുണ്ട്. ബിസ്ക്കറ്റ്, ബ്രെഡ് അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളാണ് ലഭിക്കുന്നത്. പ്രോട്ടീൻ സമ്പന്നമായിട്ടുള്ള ഭക്ഷണം അവിടെ കിട്ടാൻ സാധ്യതയില്ല. ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം കിട്ടുന്നുണ്ട് എന്നുള്ളൊരു സത്യം തന്നെയാണ്. പക്ഷേ ഈ ചിക്കൻ വിതരണം ചെയ്യുന്നത് തടയേണ്ട സാഹചര്യം ഉണ്ടോ? ഒരു മുസ്ലിം സംഘടനകളാണ് അത് വിതരണം ചെയ്യുന്നത്. അത് കേരളത്തിൻ്റെ ഒരു സ്റ്റേപ്പിൾ ഫുഡ് തന്നെയായി മാറിയിട്ടുണ്ടല്ലോ ഇപ്പോൾ ചിക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണം വിതരണം ചെയ്യുന്നത് അത് ഇഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ടായിരിക്കും. ഒരു പക്ഷേ ഇത് ഒരു ഭക്ഷ്യ വിഷബാധ എവിടെ ഉണ്ടാക്കുമോ? നോൺ വെജിറ്റേറിയൻ ഫുഡിന് എപ്പോഴും അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടാകാറുണ്ട്. അത് താമസിച്ച് കഴിഞ്ഞാൽ അതിൽ ബാക്ടീരിയയുടെ അളവ്, സാൽമണല്ല ബാക്ടീരിയ ഉൾപ്പെടെ ധാരാളമായിട്ട് അതിൽ പെരുകാൻ സാധ്യതയുണ്ട്. ആ ഒരു സാധ്യത മുന്നിൽ കണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധന നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കി. അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അത് വിതരണം ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം? അങ്ങനെ ചെയ്തുകൂടെ? ഇത് ഒറ്റയടിക്ക് അത് തടയുക എന്ന് പറയുമ്പോൾ അത്രയും ഭക്ഷണവും വേസ്റ്റായി പോവുക എന്നുള്ളതാണ് സംഭവിക്കുക. ആർക്കും പ്രയോജനപ്പെടാല്ല. അതൊരു ക്രിമിനൽ വേസ്റ്റാണ്, ഒരു നാഷണൽ വേസ്റ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് സംഘടനകൾ വിതരണം ചെയ്യുന്ന ഭക്ഷണം സുരക്ഷിതമാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും നിശ്ചിത സമയത്തിനകം തന്നെ അത് വിതരണം ചെയ്യുന്നു എന്ന് വരുത്തുകയും ചെയ്യുക. ഇതൊരു അടിയന്തര കാലഘട്ടമാണ്, ഒരു യുദ്ധാടിസ്ഥാനത്തിൽ പ്രവർത്തനം നടക്കുന്ന സന്ദർഭമാണ്. അവിടെയൊക്കെ ചിലപ്പോൾ ഈ പരിശോധനകളൊക്കെ 100% നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. എങ്കിലും അതിനുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. യുദ്ധകാലാടിസ്ഥാനത്തിലാണ്. അപ്പോൾ യുദ്ധത്തിൻ്റെ ആയിട്ടുള്ള എല്ലാ സന്നാഹങ്ങളും, വാർ റൂമും ഒക്കെ വേണ്ടതാണല്ലോ. ആ രീതിയിൽ ഈ പോലീസ് അത് തടയേണ്ട ഒരു ആവശ്യം എന്താണ്? എന്തെങ്കിലും അതിനകത്ത് പോലീസ് സംശയിക്കുന്നുണ്ടാവാം, അവർക്ക് എന്തെങ്കിലും ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ നോൺ വെജിറ്റേറിയൻ ഫുഡ് എന്ന് പറയുന്നത് വയനാട്ടുകാർക്കും പ്രിയപ്പെട്ട ഭക്ഷണം തന്നെയാണ്. അത് അവർക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒന്നുമായിരിക്കാം. അങ്ങനെ വരുമ്പോൾ ഈ ബിസ്ക്കറ്റും ബ്രെഡും ഒക്കെ കൊണ്ട് ജീവൻ അധികകാലം നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞെന്ന് വരില്ല. തന്നെയല്ല, അവരുടെ രോഗപ്രതിരോധ ശക്തി വളരെയധികം കുറഞ്ഞു എന്നും വരാം. അപ്പോൾ മുട്ട, ബ്രെഡ് ഇതെന്നൊക്കെ പാലിൻ്റെതൊക്കെ സാധാരണ നമ്മുടെ ധർമാശുപത്രികളെന്ന് പറയുന്ന ജനറൽ ആശുപത്രികളും വിതരണം ചെയ്യാറുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണം അത് വിഷബാധ ഏൽക്കാത്തതാണെന്ന് ഉറപ്പുവരുത്തിയാൽ അത് വിതരണം ചെയ്യുന്നതിൽ വലിയ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. ഇതിനൊക്കെ പുറമെ വെടിയിറച്ചിയും കഴിച്ച് കഴിഞ്ഞിരുന്ന ആൾക്കാരാണ് വയനാട്ടിലുള്ളത് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു വിവേചനം പാടില്ല. അവിടെ വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ എന്നോ അല്ലെങ്കിൽ ഇസ്ലാമിക സംഘടനകൾ ചെയ്യുന്നത് ഇക്കാര്യത്തിൽ പാടില്ല. തീർച്ചയായിട്ടും എല്ലാവരും നല്ല മനസ്സുള്ള ആൾക്കാർ ആരായാലും അതൊരു മതപരമായ വിവേചനവും പാടില്ലാത്ത സന്ദർഭമാണ്. ദുരന്തത്തിന് അങ്ങനെയൊന്നുമില്ല, മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ അല്ലല്ലോ എന്ന് പറയുന്നത്. അവിടെ വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിനും ചിക്കൻ ഭക്ഷണം, നോൺ വെജിറ്റേറിയൻ, ഹലാൽ ഫുഡ് ഇങ്ങനെയുള്ള വിവേചനമൊന്നും പാടില്ലാത്തതാണ് എന്നാണ് തോന്നുന്നത്. എന്താ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തായാലും അല്ലെങ്കിൽ എന്താണ് വിവരമെന്ന് വെളിപ്പെടുത്താനുള്ള ബാധ്യത ഇത് നിയന്ത്രിച്ചു എന്ന് പറയുന്ന ആൾക്കാർക്കുണ്ട്. ഇത് വാർത്ത അല്ലെങ്കിൽ തന്നെ ഒരു വ്യാജ വാർത്തയാണോ തെറ്റായ വാർത്തയാണോ എന്ന് വെളിപ്പെടുത്താനും ഇങ്ങനൊരു സംശയവും ഇങ്ങനൊരു വാർത്തയും പരന്നിരിക്കുന്ന സന്ദർഭത്തിൽ അധികൃതർക്കുണ്ട് എന്നാണ് കരുതുന്നത്. അത് തീർച്ചയായിട്ടും ഒരു നല്ല റിസൾട്ടല്ല ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോഴുള്ള ഭക്ഷണം തന്നെ തികയുന്നില്ല. ഇപ്പം തന്നെ പരാതിയുണ്ട്, മുണ്ടക്കയിലും ചൂരൽമലയിലും ഒന്നും ഭക്ഷണം വേണ്ടത്ര കിട്ടുന്നില്ല എന്ന് പരാതിയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും കഴിയുന്നത്ര ഭക്ഷണം നമുക്ക് എന്ന് വിചാരിച്ച് വിഷമുള്ള ഭക്ഷണമെന്നല്ല അർത്ഥം, പഴകിയ ഭക്ഷണമെന്നും അല്ല അർത്ഥം. ഭക്ഷണം വിതരണം ചെയ്യാനുള്ള സംവിധാനങ്ങൾ അതിന് മനസ്സുള്ളവർ വിതരണം ചെയ്തിട്ട് ആ ഫുഡ് ചെയിനിന് നമ്മൾ ഒരിക്കലും ഒരു തടസ്സം സൃഷ്ടിക്കാൻ പാടില്ലാത്ത ഒരു സന്ദർഭവും അതുപോലെ തന്നെ ഒരു സാഹചര്യവുമാണ്, ഒരു സ്ഥലവുമാണിപ്പോൾ വയനാട് എന്നാണ് മനസ്സിലാക്കേണ്ടത്.